ഈ ചെറിയ പെൺകുട്ടിയെ അവളുടെ അച്ഛനും അമ്മയും ഒറ്റപ്പെടുത്തി. അമ്മ വലിയൊരു കാശുകാരന്റെ കൂടെയും അച്ഛൻ ഒരു വലിയ കാശുകാരിയുടെ കൂടെയും പോയി. അവൾക്ക് തുണയായി അവളുടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് തനിയെ താമസിക്കേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന ബുക്കെല്ലാം കൊടുത്ത് അവളെ പഠിക്കാൻ അയക്കാം. അതുപോലെ ഈ ചാക്കിൽ കുപ്പികളെല്ലാം വിൽക്കാൻ പോകുമ്പോൾ അവൾക്കൊരു വരുമാന മാർഗവും ആകും. അതിന്റെ കൂടെ ഒരു വെയിട്രസ് ആയും ജോലി ചെയ്യാം. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവൾക്ക് നല്ല ശമ്പളവും കിട്ടാൻ തുടങ്ങി. ഈ ശമ്പളം കൊണ്ട് ഒന്നും കൂടി നന്നായി പഠിച്ച് നമുക്ക് അവൾക്കൊരു നല്ല ജോലി വാങ്ങി കൊടുക്കാം. അവൾക്ക് ഒരുപാട് കാശ് കിട്ടി. ഈ ബെഡ് ഒന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഈ ടേബിൾ ഒന്ന് മാറ്റിയാലോ? അതുപോലെ തന്നെ ഈ ചുമരിലെ വാൾ പേപ്പറും മാറ്റാം. ഇനി അടിയിൽ നല്ലൊരു ടൈലും കൂടി ആക്കിയാലോ? അവിടെ ഇരിക്കുന്ന കബോർഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതാ ഒരു കത്രിക. ഈ കത്രിക കൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഫാമിലി ഫോട്ടോ ഒന്ന് മാറ്റി വെട്ടണം. അവൾക്ക് കൂടെ ഇരിക്കാത്ത അച്ഛനമ്മയുടെയും ഫോട്ടോ എന്തിനാണ് അവിടെ വെക്കുന്നത്? ദാണ്ടെ ഇപ്പൊ നോക്കൂ. ആർക്ക് വേണ്ടിയാണോ ഇവളെ ഒറ്റയ്ക്കാക്കി പോയേ അവരെല്ലാം ഈ അച്ഛനമ്മയെ പറ്റിച്ചു. ഇപ്പൊ അവളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. നമ്മളെ ഈ അച്ഛനമ്മയ്ക്ക് മാപ്പ് കൊടുത്ത് അവരെ സഹായിക്കണോ, അതോ അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, അവൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കണോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഇവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണ ഈ പെണ്ണിനെ എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ഈ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിലൊരു വെളിച്ചെണ്ണ കുപ്പി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് അവളെ സ്ലിപ്പാക്കി വിടാം. അവൾ അങ്ങനെയൊന്നും വെറുതെ വിടില്ല അവനെ. ഇനി അടുത്ത ഐഡിയ ആലോചിച്ചേ മതിയാകൂ. അവിടെ ഇരിക്കുന്ന ഈ സ്വീറ്റ് പൊട്ടാറ്റോ അവനെ കഴിപ്പിക്കാം. ദുർഗന്ധം സഹിച്ച് എന്തായാലും അവൾ ഇവിടെ നിൽക്കില്ല. അയ്യോ, ഇതൊരു വലിയ ശല്യമായാലും അത് വീണ്ടും അണഞ്ഞു വരുന്നു. കാറിലിരിക്കുന്ന ജാക്കറ്റ് എടുത്ത് അവളുടെ മുഖത്ത് വെക്കാം. കണ്ണ് കാണാതെ ഉരുണ്ട് പോട്ടെ അവള്. ബാക്കിലിരിക്കുന്ന വടി എടുത്തിട്ട് തലയിലൊരു കൊട്ടു കൊടുക്കാം. അങ്ങനെയെങ്കിലും ബുദ്ധി വരും നോക്കാം. അതാ കണ്ണാടിയുടെ അവിടെ ഒരു പാമ്പുണ്ടല്ലോ, പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാം. പാമ്പ് കുത്തിയ സ്ഥിതിക്ക് ഇനി അവൾ എന്തായാലും വരില്ല. അയ്യോ, ദേ വീണ്ടും. ദാണ്ട അവളുടെ ബാഗിൽ മേക്കപ്പ് റിമൂവർ. അവളുടെ മേക്കപ്പ് ഇല്ലാത്ത മുഖം കണ്ട് അവളെ ദേ ഓക്കാനിച്ച് പോകുന്നു. ഇനി എന്തായാലും വരില്ല എന്ന് തോന്നുന്നു. ദേണ്ട ചേച്ചി പിന്നെയും. ഇവളെ ഓടിപ്പിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. വേണ്ട പയ്യന്റെ പോക്കറ്റിൽ ലൈറ്റർ. എന്തായാലും ഈ ചൂട് സഹിച്ച് ഈ പെണ്ണ് ഇവിടെ നിൽക്കില്ല. ഈ പെണ്ണിന് നല്ല ഷോക്കിന്റെ കുറവ് തന്നെ ഉണ്ട്. നമുക്ക് ഈ കാർമാകം കൊണ്ടുപോയിട്ട് അവളെ ഒന്ന് കരണ്ട് അടിപ്പിക്കാം. ഇനിയെങ്കിലും ബുദ്ധി ഒന്ന് വിചാരിക്കാം. വീണ്ടും നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത്. എനിക്കറിയില്ല ഇതിനെങ്ങനെ ഓടിപ്പിക്കാന്ന്. ആദ്യം കാണുന്ന ഫോട്ടോയിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും രണ്ടാമത്തെ ഫോട്ടോയിൽ 10 വർഷത്തിന് ശേഷമുള്ള സ്ഥിതിയുമാണ് കാണിക്കുന്നത്. നമുക്ക് ഇപ്പോഴുള്ള സ്ഥിതികളിൽ മാറ്റം വരുത്തിയാൽ അവർക്ക് 10 കൊല്ലത്തിന് ശേഷം നല്ലൊരു ജീവിതം കിട്ടും. ആദ്യം തന്നെ നമുക്ക് അവന്റെ മുടി വെട്ടി കൊടുക്കാം. ഇപ്പൊ ഒരു തെളിച്ചൊക്കെ ആയി. ഇനി ഇവളെ ഒരു നല്ല കുക്കായി മാറ്റാം. അപ്പൊ ഭാവിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ചെറിയ രീതിയിൽ ചെടിയൊക്കെ നട്ട് വളർത്താം. ഇപ്പൊ വീട്ടിലൊരു വെട്ടമൊക്കെ വരും. അതുപോലെ തന്നെ വീട്ടിലൊരു ചെറിയ പൂച്ചയെ വളർത്താം. ഭാവിയിൽ അവർക്കൊരു നല്ല കൂട്ടും കിട്ടും. ഈ പയ്യനെ നമുക്ക് ജോലിക്ക് അയക്കാം. അപ്പൊ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഈ തല്ല് പിടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് എടുത്ത് നമുക്ക് ഡസ്റ്റ്ബിനിൽ ഇടാം. അപ്പൊ തല്ല് മഴക്കൊന്നും ഉണ്ടാകില്ല. ഇപ്പൊ കൊണ്ട് ഭാവിയിൽ അവന്റെ കാലെല്ലാം ശരിയായി. ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനായി അയക്കാം. അപ്പൊ ഭാവിയിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കാം. ഈ പെൺകുട്ടിയെ പഠിക്കാൻ അയക്കാം. അപ്പൊ അവൾക്ക് ഭാവിയിൽ നല്ലൊരു ജോലിയും വരുമാനവും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പയ്യനും പഠിക്കാനായി അയക്കാം. ഇപ്പോൾ കണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് അവരുടെ ഭാവി എത്രയധികം മാറി. അതുപോലെ നിങ്ങളുടെ ഭാവിയും മാറ്റാനായി ഇപ്പോഴേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ മറക്കരുത്. പെട്ടെന്നുണ്ടായ ഈ സോംബീസ് അറ്റാക്കിൽ നിന്ന് നമുക്ക് ഈ പയ്യനെ രക്ഷിച്ചേ മതിയാവൂ. ആദ്യം നമുക്ക് ഈ കബോർഡിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അവിടെ ഒരു ടേപ്പ് ഉണ്ടല്ലോ, ഈ പാഴ്സൽ തന്നെ നമുക്ക് പാഴ്സലാക്കി വെക്കാം. ഇവിടെ ഒരു എട്ടുകാലിയുടെ കൂടുണ്ടല്ലോ, ഈ എട്ടുകാലി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഒരെണ്ണത്തിന് കെട്ടിയിടാൻ പറ്റി. നമുക്ക് ഈ ചുറ്റിക എടുത്തിട്ട് ഈ ടേബിൾ ഒന്ന് പൊട്ടിക്കാം. ഇപ്പൊ കുറെ മരക്കഷ്ണങ്ങൾ കിട്ടി. ഇനി ഇത് വെച്ച് നമുക്ക് ഓട്ടകളൊക്കെ അടയ്ക്കാം. ജനലോടെ എത്തി നോക്കണ സോംബീനും അടച്ചു വെക്കാം. അവിടെ ഒരു കൂട്ടം ചുമന്ന മുളക് ഇരിക്കണ കണ്ടില്ലേ? ഇതെടുത്ത് നമുക്ക് PC-യിൽ ഇട്ടിട്ട് ആ സോംബീസിനൊക്കെ എരിച്ചുമല്ല. അവന്റെ കാലിൽ ഒരു ചീഞ്ഞ സോക്സ് ഇരിക്കുന്നുണ്ട്. ഈ സോക്സ് കാണിച്ച് നമുക്ക് ആ സോംബീസിനെ മണപ്പിച്ച് വന്ന് നോക്കാം. ദാണ്ട് ഒരെണ്ണം മാത്രം ബാക്കിയുണ്ട്. അതിനെ ഈ ചുറ്റി കൊണ്ട് തലക്കടിച്ചു കൊല്ല. ഓ, അങ്ങനെ നമ്മളെ രക്ഷപ്പെട്ടു. അയ്യോ, ഏറ്റവും വലിയ സോംബി വന്നല്ലോ. ഇവനിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? വലിയ കല്ലും കഷ്ണം കിടക്കുന്നുണ്ടല്ലോ. ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ എന്താന്ന് നോക്കാം. അവിടെ ഒരു ആക്സ് ഉണ്ടല്ലോ. ഈ ആക്സ് കൊണ്ട് ഈ സോംബിയുടെ തലക്കടിച്ചു കൊല്ലാം. നിങ്ങൾ ഇതിൽ ഏതെല്ലാം കറക്റ്റായി ഗസ് ചെയ്തു? കമന്റ് ഇട്ടേ നോക്കട്ടെ.